ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ നമക് പാറ അല്ലെങ്കിൽ നിംകി. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദയാണ് എടുക്കുന്നത്. ഏകദേശം ഒരു കപ്പ് മൈദ ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ഇതൊരു ടീ ടൈം സ്നാക്കാണ്. അപ്പോൾ അതൊരു നമക് പാറ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് വേണം ഇതിൽ ചേർക്കാനായിട്ട്. പിന്നെ ഞാൻ ചേർക്കണ എള്ളാണ്. ഒരു ടീസ്പൂൺ എള്ളുണ്ട് കേട്ടോ, അതും കൂടെ നമ്മൾ ചേർത്തു. പിന്നെ ഞാൻ ചേർക്കാൻ പോണത് ജീരകമാണ്. അപ്പോൾ ജീരകം എല്ലാവർക്കും ഇഷ്ടാനുസരണം. അപ്പോൾ ജീരകം ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ ചിലപ്പോൾ അയമോദകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് ഏതാ ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിപ്പോൾ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 സ്പൂൺ എണ്ണ. ഇത് വളരെ ചെറിയ സ്പൂണാണ് കേട്ടോ. ആ സ്പൂണിലാണ് ഞാൻ 3 ടീസ്പൂണും ഇല്ല, അത്രയും ചെറിയ സ്പൂണാണ്. അതിൽ കുറച്ച് എണ്ണ ചേർത്തു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഈ യോജിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ എണ്ണ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. അത് നല്ല മയം കിട്ടും, നല്ല ക്രിസ്പി ആയിട്ട് വരും നമ്മളിത് വറുത്തെടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ചേർത്തൊന്ന് യോജിപ്പിക്കണത്. ഈ എണ്ണ ആ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഉപ്പും അതെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു പൂരിക്കൊക്കെ ഉള്ള ഒരു പരുവത്തിൽ കുഴയ്ക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കുഴച്ച് എടുക്കാം നമുക്ക്. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേക്കും നന്നായിട്ട് വന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഒരുപാട് കുഴയ്ക്കരുത്, അത് ഗ്ലൂട്ടനൈസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പാടില്ല. അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത്ര നേരമൊന്നും വേണ്ട കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്. നമ്മൾ 10 മിനിറ്റ് വെച്ചു. ഞാൻ അതിനെ ഒരു 3 ഭാഗമാക്കി. ഇനി നമുക്ക് നമ്മുടെ പലകയിലെ മുകളിൽ കുറച്ച് മൈദ തന്നെ ഞാൻ ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡസ്റ്റ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ, പക്ഷേ എല്ലാ ഭാഗവും ഒരേ തിക്നെസ് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഉള്ള പോലെ ഒരുപാട് തിന്നാക്കാനും പാടില്ല, കുറച്ചൊരു കട്ടിയിൽ പരത്തിയെടുക്കാം. അങ്ങനെ നമുക്കൊരു പറാഠ സ്റ്റൈലിലൊക്കെ പരത്തിയെടുത്താൽ മതി. പക്ഷേ ആകെ ഒറ്റ കാര്യമേ ഉള്ളൂ, എല്ലാ ഭാഗവും ഒരേ തിക്നെസ് ആയിരിക്കണം. എന്നിട്ട് നമുക്കതിനെ ഒന്ന് മുറിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു സ്ക്വയർ ആണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, മീൻസ് ഡയമണ്ട്. അപ്പോൾ ഞാൻ ഡയമണ്ട് കട്ട് പോലെയാണ് എടുത്തത്. ഡയമണ്ട് കട്ട് പോലെ എടുത്തത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് വിട്ട് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനത് 3 എണ്ണം പരത്തി ഞാൻ മാറ്റി വെച്ചു ഒരു പ്ലേറ്റിലേക്ക്. ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് ചീനച്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്ത് പോരാം. ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ്, പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓരോന്നായിട്ട് നമുക്കൊന്നിട്ട് വറുത്ത് കോരി എടുക്കാം. ഓരോന്നായിട്ട് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ പാടെ ഒട്ടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഓരോന്നായിട്ട് തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് വറുത്ത് പോരാ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൊള്ളച്ച് വരും അത്, കാരണം കുറച്ച് കട്ടിയിലാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കണത്. അപ്പോൾ എന്നാലാണ് അത് ക്രിസ്പും ആവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുറച്ച് സോഫ്റ്റായിട്ടാണ് കുഴക്കുക. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ് പൂരിക്കൊക്കെ കുഴക്കുന്ന ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ലേ, അപ്പോൾ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലേനും നന്നായിട്ട് ജാറിൽ അടച്ച് വെച്ച് ഒരാഴ്ച വരെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യൂ കേട്ടോ. താങ്ക് യു.